ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പിക്ക് എത്ര സീറ്റ് നേടാൻ കഴിയും? ആകെയുള്ളത് 129 ലോക്സഭാ സീറ്റുകളാണ്. കേരളം 20, തമിഴ്നാട് 39, കർണാടക 28, ആന്ധ്രാപ്രദേശ് 25, തെലങ്കാന 17 എന്നിങ്ങനെയുള്ള 129 സീറ്റുകളിൽ എത്ര ബി.ജെ.പിക്ക് നേടാൻ കഴിയും? ബി.ജെ.പി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സൗത്ത് ഇന്ത്യ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 2019 പരമാവധി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കർണാടകയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് 2019 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 2024 വരുമ്പോൾ ബി.ജെ.പി 129 എത്ര നേടാൻ കഴിയും? വെറും 20 താഴെ മാത്രമേ ഇത്തവണ ബി.ജെ.പിക്ക് സൗത്ത് ഇന്ത്യയിൽ നേടാൻ കഴിയൂ എന്നാണ് വിലയിരുത്താൻ കഴിയുന്നത്. നമുക്ക് നോക്കാം. ആദ്യമായി കർണാടകയിൽ ആകെ 28 സീറ്റുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ 28 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 26 NDA സഖ്യമായിരുന്നു വിജയിച്ചത്. 28-ൽ 26, അതായത് ഒരു വമ്പൻ മുന്നേറ്റമാണ് 2019 ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. കർണാടക കോൺഗ്രസ് തിരിച്ചുപിടിക്കുന്നു. കർണാടകയിൽ ഒരു വലിയ കോൺഗ്രസ് തരംഗം തന്നെ അതിനുശേഷം ഉണ്ടാകുന്നു. അതിനുശേഷമാണ് 2024 ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ 28-ൽ എത്ര സീറ്റ് NDA നേടും? 28-ൽ 26 എന്ന ഒരു വലിയ മുന്നേറ്റം ഇത്തവണ കൂപ്പുകുത്തി വീഴാനുള്ള സാധ്യതയുണ്ട്. പല സർവേയും കർണാടകയിൽ 20 സീറ്റുകളെങ്കിലും ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നും 8 സീറ്റ് മാത്രമേ ഇത്തവണ NDA മുന്നണിക്ക് കർണാടകയിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നിങ്ങനെയുള്ള സർവേകളാണ് വരുന്നത്. ഏറെക്കുറെ ശരിയാവാനുള്ള സാധ്യതയുമുണ്ട്. കാരണം കർണാടകയുടെ നിലവിലെ രാഷ്ട്രീയ പരിസരം പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഒരു 20 സീറ്റോളം കർണാടകയിൽ ഇന്ത്യ സഖ്യം നേടും. 8 സീറ്റ് 26-ൽ നിന്ന് 8-ലേക്ക് ബി.ജെ.പി കർണാടകയിൽ കുറഞ്ഞു വരും. ആകെ സൗത്ത് ഇന്ത്യയിൽ ഒരു വലിയ പ്രതീക്ഷ ബി.ജെ.പി പുലർത്തുന്ന സ്റ്റേറ്റും കർണാടക തന്നെയാണ്. അപ്പോൾ നമുക്ക് കർണാടകയിൽ ഒരു 20-8 എന്നിങ്ങനെ പറയാം. രണ്ടാമതായി കേരളമാണ്. കേരളത്തിൽ നമുക്കറിയാം ആകെയുള്ളത് 20 ലോക്സഭാ സീറ്റുകളാണ്. 2019-ൽ 20-ൽ 19 UDF-ഉം 1 LDF-ഉം. ബി.ജെ.പി ഇല്ല. 14-ലും ബി.ജെ.പി ഇല്ല. 2009-ലും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ 20 സീറ്റുകളിൽ 20-ഉം ഇത്തവണയും ഇന്ത്യ സഖ്യത്തിനൊപ്പമായിരിക്കും. കേരളത്തിൽ ബി.ജെ.പി ഇത്തവണ അക്കൗണ്ട് തുറക്കില്ല. തിരുവനന്തപുരം പോലുള്ള, തൃശ്ശൂർ പോലുള്ള ചില സ്ഥലങ്ങളിൽ നല്ല മത്സരം ബി.ജെ.പിക്ക് കാഴ്ചവെക്കാൻ കഴിയുമെങ്കിലും ഇത്തവണയും ബി.ജെ.പി വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ പല ഉത്തരേന്ത്യൻ സർവേകളും കണ്ടിട്ടുണ്ട്. ആ സർവേ റിപ്പോർട്ടിൽ പലതും 4ഉം 5ഉം സീറ്റുകൾ കേരളത്തിൽ ബി.ജെ.പി വിജയിക്കും എന്ന രൂപത്തിലുള്ള സർവേകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മലയാളികളായ നമുക്കറിയാം കേരളത്തിലെ 20 സീറ്റുകളിൽ എത്ര എണ്ണം വിജയിക്കാൻ ബി.ജെ.പിക്ക് കഴിയും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ അത് സാധിക്കില്ല എന്നാണ് കരുതുന്നത്. അപ്പോൾ കേരളത്തിലെ 20-ൽ 20-ഉം ഇന്ത്യ മുന്നണി വിജയിക്കും എന്ന് വേണം കരുതാൻ. നേരത്തെ കർണാടകയിലെ 28-ൽ 20, കേരളത്തിലെ 20-ൽ 20, മൊത്തം 48 പറഞ്ഞപ്പോൾ 20+20 40 ഇന്ത്യ മുന്നണിയും 8 ബി.ജെ.പിയും. മൂന്നാമത് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ 25ആണ്. 2019-ൽ 1 സീറ്റ് പോലും വിജയിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവിടെയുള്ള YSR കോൺഗ്രസ്, തെലുങ്ക് ദേശം പാർട്ടി, ഇതൊക്കെ ഇത്തവണ നല്ല സ്ട്രോങ് ആണ്. തെലുങ്ക് ദേശം പാർട്ടി ഇത്തവണ നന്നായിട്ട് ഒരു വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ്. NDAക്ക് കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ എന്നാൽ കൂടി അവിടെ YSR കോൺഗ്രസ് കഴിഞ്ഞ 2019-ൽ 22 സീറ്റുകൾ അവർ നേടിയിട്ടുണ്ട്. 22 സീറ്റുകൾ. TDP അവിടെ നേടിയത് വെറും 3 സീറ്റുകളായിരുന്നു. പക്ഷേ ഇത്തവണ TDPയുടെ ഒരു മുന്നേറ്റം ആന്ധ്രാപ്രദേശിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ കോൺഗ്രസിൻ്റെയും ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. ചുരുക്കി പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിൽ നമുക്കിങ്ങനെ പറയാം, ആകെയുള്ള 25-ൽ 4 ഇന്ത്യ സഖ്യം വിജയിക്കും, 2 ബി.ജെ.പി വിജയിക്കും,
ബാക്കി 19 ഇടത്ത് മറ്റുള്ളവർ വിജയിക്കും എന്നിങ്ങനെ വേണം ആന്ധ്രാപ്രദേശിനെ പറ്റി പറയാൻ. ഇവിടെയും BJP എന്ന പാർട്ടിക്ക് ഒരു വലിയ സ്വാധീനമില്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. നാലാമത് പറയുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ആകെയുള്ളത് 39 സീറ്റുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ BJPക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സ്ഥലം തന്നെയാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. 2019 NDAക്ക് വേണ്ടി ഒരു സീറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ ഇത്തവണയും തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ പല സർവേകളും നമ്മൾ കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലും BJP പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്, നോക്കിയാൽ മനസ്സിലാകും. പക്ഷേ തമിഴ്നാട്ടിലും ഇത്തവണ ഒരു മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ BJPക്ക് കഴിയില്ല. അവിടെ DMKയുടെ നല്ല ഒരു പോരാട്ടം അവിടെ ഉണ്ടാകും. 39ൽ 38 ഇന്ത്യ സഖ്യം തമിഴ്നാട്ടിൽ വിജയിക്കും. ഒരിടത്ത് മാത്രമേ NDAക്ക് ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും തമിഴ്നാട്ടിൽ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അഞ്ചാമതായി തെലുങ്കാനയാണ്. തെലുങ്കാനയിൽ ആകെയുള്ളത് 17 സീറ്റുകളാണ്. 2019 തിരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ 17ൽ 4 ഇടത്ത് മാത്രമാണ് BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. BRSന് 9 ഇടത്ത് വിജയിക്കാൻ കഴിഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 3 ഇടത്തും AIMIMന് 1 ഇടത്തും വിജയിക്കാൻ കഴിഞ്ഞു. ഇത്തവണ 17ലേക്ക് വരുമ്പോൾ 4 നേടിയ BJP 2ആയി കുറയാനുള്ള സാധ്യതയുണ്ട്. BRSന്റെ ഒരു മുന്നേറ്റം തെലുങ്കാനയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കോൺഗ്രസിൻ്റെയും ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. ചുരുക്കി പറഞ്ഞാൽ തെലുങ്കാനയിൽ 8 സീറ്റ് നമുക്ക് ഇന്ത്യ സഖ്യം അവിടെ വിജയിക്കും. 2 സീറ്റ് NDA സഖ്യം, 5 സീറ്റ് മറ്റുള്ളവർ വിജയിക്കുമെന്നിങ്ങനെ പറയാം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് സൗത്ത് ഇന്ത്യയെക്കുറിച്ചാണ്. ആകെ 5 സംസ്ഥാനങ്ങൾ പറഞ്ഞപ്പോൾ 129 സീറ്റുകളാണുള്ളത്. ഒരു 85 മുതൽ 100 വരെ ഇടത്ത് ഇത്തവണ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സൗത്ത് ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിക്ക് കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ ഭരണം പിടിച്ചെടുക്കാൻ അതൊരു വലിയ മുന്നേറ്റമായിരിക്കും, ഒരു വലിയൊരു തുറുപ്പ് ചീട്ടായിരിക്കും ഇന്ത്യ സഖ്യത്തിന് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. നേരത്തെ കഴിഞ്ഞ തവണ 32ഓളം സീറ്റ് നേടിയ NDA സഖ്യത്തിന് ഇത്തവണ സൗത്ത് ഇന്ത്യയിലേക്ക് ഒരു 15 മുതൽ 20 വരെ സീറ്റിലേക്ക് ഒതുങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയും പല സർവേകളിൽ നിന്നും വ്യക്തമാണ്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ഇന്ത്യ സഖ്യത്തിന് ഒരു വലിയ മുന്നേറ്റമായിരിക്കും ഉണ്ടാക്കാൻ കഴിയുക.